യുക്രൈനിൽ ശാശ്വത സമാധാനം ഉറപ്പാക്കാൻ 30-ലധികം രാജ്യങ്ങൾ ഒരു പുതിയ സഖ്യത്തിൽ ചേരുമെന്ന പ്രതീക്ഷയിലാണ് ബ്രിട്ടൻ ഉള്ളത്. എന്നാൽ ഇങ്ങനെ സഖ്യത്തിൽ ചേർന്നാലും പല രാജ്യങ്ങളും തങ്ങളുടെ സൈന്യത്തെ യുക്രൈൻ ഭൂമിയിൽ വിന്യസിപ്പിക്കാൻ തയ്യാറാകില്ല എന്നും ബ്രിട്ടന് നന്നായി അറിയാമെങ്കിലും ചെയ്യാം. പക്ഷേ യുക്രൈനിൽ വെടിനിർത്തൽ നടപ്പിലാക്കാൻ സഹായിക്കുവാൻ വേണ്ടിയിട്ട് സൈന്യത്തെ അയക്കുവാൻ ബ്രിട്ടന് പുറമെ ഫ്രാൻസും ഓസ്ട്രേലിയ എന്നിവരും സന്നദ്ധ പ്രകടിപ്പിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. ഇതോടെ ഒറ്റപ്പെടുന്നത് അമേരിക്ക കൂടിയാണ് എന്ന് കൂടി ഓർക്കണം. യുക്രൈനിലെ സമാധാന സേനയ്ക്ക് സംഭാവന നൽകാൻ ഡെൻമാർക്കും സ്വീഡനും അടക്കം സന്നദ്ധ പ്രകടിപ്പിക്കുകയും ചെയ്തതോടെ അമേരിക്ക ആകെ അങ്കലപ്പിലുമായി. സൈനിക വിന്യാസവും വാഗ്ദാനം ചെയ്യുമ്പോഴും ഏതൊരു സമാധാന കരാറും സുസ്ഥിരമാക്കുവാൻ അമേരിക്കയിൽ നിന്നും ഒരു സൈനിക ബാക്ക് സ്റ്റോപ്പ് ആവശ്യമാണെന്ന നിലപാടിലാണ് ബ്രിട്ടൻ ഉള്ളത്. കുറഞ്ഞു വരുന്ന അമേരിക്കൻ സഹായം നികത്തുവാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള യുക്രൈനിലുള്ള യൂറോപ്യൻ യൂണിയന്റെ സൈനിക പിന്തുണ ഈ വർഷം 40 ബില്യൺ യൂറോ ആയി ഉയർത്തുവാനുള്ള കലാസിന്റെ നിർദ്ദേശമാണ് കടുത്ത എതിർപ്പിനെ നേരിട്ടതായിട്ടുള്ള വിവരം പുറത്തേക്ക് വരാനുള്ള കാരണം. ഇതിനകം വാഗ്ദാനം ചെയ്ത 15 ബില്യൺ യൂറോയ്ക്ക് അപ്പുറം നൽകുവാൻ പല അംഗരാജ്യങ്ങളും വിസമ്മതിക്കുകയായിരുന്നു. ബെർലിന്റെ 3 ബില്യൺ യൂറോ സംഭാവന ഇപ്പോഴും അംഗീകാരത്തിനായി കാത്തിരിക്കുകയാണ്. ഇതൊരു ഫ്രാൻസ്, ഇറ്റലി, സ്പെയിൻ എന്നിവ ഒരുമിച്ച് നൽകിയതിനേക്കാൾ കൂടുതൽ ഡെൻമാർക്ക് മാത്രം നൽകിയിട്ടുമുണ്ട്. FAZ പ്രകാരം ധനസഹായം വിനിയോഗിക്കാനുള്ള കലാസിന്റെ ശ്രമങ്ങൾക്ക് രാഷ്ട്രീയ പിഴവുകൾ വലിയ തിരിച്ചടിയായി മാറിയിട്ടുമുണ്ട്. മുൻഗാമിയായ ജോസഫ് ബറൽ അവതരിപ്പിച്ച നിർദ്ദേശം പുനർജീവിപ്പിക്കുന്നതിന് മുൻപ് പ്രധാന യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമായി കൂടിയാലോചിക്കാതിരുന്നതും തിരിച്ചടിയായി മാറി. ഇറ്റലിയിലെയും സ്പെയിനിലെയും ഉന്നത ഉദ്യോഗസ്ഥരെ യൂറോപ്യൻ എക്സ്റ്റേൺ ആക്ഷൻ സർവീസിൽ നിന്നും നീക്കം ചെയ്യുവാനുള്ള അവരുടെ തീരുമാനവും തിരിച്ചടിക്ക് കാരണമായിട്ടുണ്ട്. ചില യൂറോപ്യൻ യൂണിയൻ സർക്കാരുകൾ ഈ തീരുമാനത്തിൽ രോക്ഷാകുലരുമാണ്. സൈനിക സഹായത്തിന് പുറമെ അമേരിക്കയുമായും കലാസ് ഇടയുകയുണ്ടായി. ഒരു വൃത്തികെട്ട കരാർ എന്ന് തള്ളിക്കളഞ്ഞാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ യുക്രൈൻ തന്ത്രത്തെ കലാസ് വിമർശിച്ചത് പോലും. ഇത് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഫെബ്രുവരിയിലെ സന്ദർശനത്തിനിടെ അവരുമായി നടത്താൻ നിശ്ചയിച്ചിരുന്ന കൂടിക്കാഴ്ച റദ്ദാക്കാൻ കാരണമായി എന്നും ചൂണ്ടിക്കാട്ടപ്പെട്ടു. യാത്രക്കിടെ അമേരിക്കയിലെ മറ്റു മുതിർന്ന ഉദ്യോഗസ്ഥരും തന്നെ അവരുമായി കൂടിക്കാഴ്ച നടത്തുവാനും തയ്യാറായില്ല പോലും. ഇത് അവരുടെ നയതന്ത്ര ഒറ്റപ്പെടലിനെ എടുത്തു കാണിക്കുന്നതാണ്. കൂടാതെ യൂറോപ്യൻ യൂണിയനിൽ മരവിപ്പിച്ച റഷ്യൻ ആസ്തികൾ കണ്ടുകെട്ടുന്നതിന് വേണ്ടിയിട്ട് അന്വേഷിക്കാനുള്ള അവരുടെ നീക്കവും പരാജയപ്പെടുകയായിരുന്നു. ബാൾട്ടിക് രാജ്യങ്ങളുടെ പിന്തുണയുണ്ടെങ്കിലും യൂറോസൺ വൻകിട കമ്പനികളിൽ നിന്നും ഈ നിർദ്ദേശത്തിന് കടുത്ത എതിർപ്പ് നേരിടേണ്ടി വന്നു. അതേസമയം ഇത് നടപ്പിലാക്കിയാൽ വലിയ സാമ്പത്തിക അപകട സാധ്യതകൾ ഉണ്ടാകുമെന്നും യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് മുന്നറിയിപ്പും നൽകിയതും കൂടി ഇവിടെ ചേർക്കുന്നു.